കർത്താവിൻ്റെ ക്രൂശിലേക്ക് ഇന്ന് രാത്രി നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യത്തെ രാത്രി ഞാനിവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ദൈവജനത്തിൻ്റെ മുമ്പിൽ ഉയർത്തുവാനിടയായി തീർന്നു. ഇന്നലെ രാത്രി യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ 2-3 മൊഴികൾ ഇന്നലെ രാത്രി തൊട്ടുപോകാൻ കർത്താവ് കൃപ നൽകി. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശക്തി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കരമുയർത്തി ഞാൻ ഈ ദേശത്തിനായി സ്തോത്രം ചെയ്യുകയാ. ആയിരക്കണക്കിന് ജനം യേശുവിങ്കിലേക്ക് ഓടി വരുന്നൊരു കാലമുണ്ടെന്ന് എത്ര പേർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയും? ഫാദർ ബർഗമൻസ് പാടിയതുപോലെ കോടി മക്കൾ സിലുവയെ തേടി ഓടി വന്ന് സുഖമനുഭവിക്കാൻ പോകുകയാ. അങ്ങനെ ഒരു ഉണർവ് തമിഴ്നാട്ടിലും പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രി ദൈവവചനം വായിച്ച അതേ വിശുദ്ധ തിരുവെഴുത്ത് യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവെഴുത്ത് ഒരിക്കൽ കൂടി പരസ്യമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പോകുകയാണ്. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 28 പ്ലീസ്. 19:28. അതെ അതെ അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെടുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ വെച്ച് പറഞ്ഞ 7 മൊഴികളായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത്. 1-ാമത്തെ മൊഴി, യഹൂദന്മാർ ഒരിക്കൽ പോലും കേൾക്കാത്തൊരു ശബ്ദം. അതാണ് 1-ാമത്തെ മൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 2-ാമത്തെ മൊഴി, കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ അനുതപിച്ച് കർത്താവിനെ വിളിച്ചപ്പോൾ ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായിലിരിക്കും എന്ന് യേശു കർത്താവ് അവനോട് പറഞ്ഞ 2-ാമത്തെ മൊഴി. 3-ാമത്തെ മൊഴി, യേശു കർത്താവിൻ്റെ അമ്മ മറിയയും പ്രിയ ശിഷ്യനാകുന്ന യോഹന്നാനും യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയം യേശു കർത്താവ് മറിയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ബൈബിൾ പറയുന്നു, അന്നു മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. എത്ര ശ്രേഷ്ഠമാണ്! ക്രൂശിൽ രക്തധാരിയായി കിടക്കുന്ന സമയത്തും ആ മറിയയുടെ ഒരാവശ്യം നിറവേറ്റാൻ എൻ്റെ കർത്താവ് തയ്യാറായെങ്കിൽ, എന്ന് വെച്ചാൽ യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ മക്കൾ 4 പേർ വേറെയുണ്ടെങ്കിലും അവരാരും വീട്ടിൽ സ്വീകരിക്കാതിരിക്കുന്ന സമയവും ക്രൂശിക്കപ്പെട്ട നസറായനായ യേശു രക്തധാരിയായി അവിടെ കിടന്നുകൊണ്ട് മറിയെ യോഹന്നാന്റെ വീട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കാൻ ഓടി വന്ന ദൈവമക്കളോട് പറയുന്നു, നിന്റെ ആവശ്യം എന്താണെങ്കിലും അവൻ ശാന്തിക്കാതെ പോകയില്ല. നിന്റെ ആവശ്യം ഇന്ന് രാത്രി ഏതാണെങ്കിലും ഈ രാത്രി അവൻ നിന്നെ കാണാതെ പോകത്തില്ല. സൗന്ദര്യം കണ്ട് നിൽക്കുന്ന നാമങ്ങൾ കാണാം, പണം കണ്ട് നിൽക്കുന്ന നാമം കാണാം, പക്ഷേ കണ്ണുനീർ കണ്ട് നിൽക്കുന്ന ഭൂമിയിൽ ഏക നാമമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു എന്ന നാമമാണ്. അതുകൊണ്ട് അമ്മമാരെ, പിതാക്കന്മാരെ, യൗവനക്കാരെ, ഈ ശബ്ദ പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇന്ന് രാത്രി യേശു അവിടെ നിൽക്കാൻ പോകുകയാ. ഒരിക്കൽ ബർത്തമായി എന്ന് പറയുന്ന 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ വഴിയിറമ്പിൽ ഇരുന്നു കൊണ്ട് ഇരന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവൻ്റെ കാത് തുറന്നിട്ടുണ്ട്, കണ്ണടഞ്ഞിരിക്കുകയാ. എന്നാൽ അവൻ യേശു നടന്നു പോകുന്നു എന്ന് അറിഞ്ഞു. അവൻ്റെ കാതിൽ ആ വാർത്ത കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഒരൊറ്റ വിളിയാ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. മുൻപ് നടക്കുന്നവർ അവനെ പരിഹസിച്ചു, ശാസിച്ചു, മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, എൻ്റെ യേശു അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, പോയവനെ വിളിക്കാൻ പറഞ്ഞു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തത് എൻ്റെ പറ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഉടനെ യേശു പറഞ്ഞു, കാഴ്ച പ്രാപിക്കാം. വഴിയറമ്പിൽ ഇരുന്നവനെ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവസഭ വെച്ച യോഗത്തിൽ റോഡ് സൈഡിൽ നിന്ന് എന്നെ കേൾക്കുന്ന സഹോദര, നിന്നെ തൊടാൻ യേശു ഇന്ന് രാത്രി തയ്യാറാണ്. യേശു നിന്നെ തൊടാതെ പോകത്തില്ല. അടഞ്ഞത് തുറക്കാൻ പോകുകയാ. നിന്റെ വീട്ടിൽ അവൻ വന്നിന്ന് രാത്രി തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് കൽപ്പിപ്പാൻ ഇന്ന് രാത്രി അവൻ തയ്യാറാണ്. ജീവച്ഛവം പോലെ ഫ്രീസായി കിടക്കുന്ന നിന്റെ അവസ്ഥകളുടെ മുകളിലേക്ക് ആ
തലീത് എടുത്തിട്ടിട്ട് ഇന്ന് രാത്രി യേശു പറയാൻ പോകുകയാ, തലീത കൂമി എന്ന് വെച്ചാൽ ജീവൻ പോയതിനെ ജീവനോടെ എഴുന്നേൽപ്പിപ്പാൻ കരുത്തുള്ളവൻ ഈ രാത്രി ഈ പന്തലിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കുന്ന നസറായനായ യേശു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന് വിശുദ്ധ തിരുവെഴുത്തിൽ എത്രയോ നാമങ്ങളാ ഉള്ളതെന്നറിയാമോ? ആരും കരുതാൻ നിനക്കില്ലെങ്കിൽ അവൻ നിനക്ക് യഹോവ ജൈറയാണ്, അവൻ കരുതുന്ന ദൈവമാണ്. ആരും നിന്നെ കാണാനില്ല എങ്കിൽ അവൻ നിന്നെ കാണുന്ന യഹോവ എൽ റോയിയാണ്. പ്രൈസ് ദ ലോർഡ്. ആരും സഹായിപ്പാനില്ലെങ്കിൽ അവൻ നിനക്ക് എബനേസറാണ്. ആമേൻ. വീട് മുഴുവൻ ശൂന്യമാണ്, ഒന്നും കാണാനില്ലെങ്കിൽ എൽ ഷദായിയായവൻ, എലോഹീമായവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെയും വിളിച്ചു വരുത്തിയവൻ ഇന്ന് രാത്രി നിന്റെ വീടിനെ നോക്കി കൽപ്പിക്കാൻ പോകുകയാ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണ ശബ്ദത്താൽ സകലതിനെയും ഉളവാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കാതെ പോകുകയില്ല. എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്തൊരു രോഗം നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ നിന്റെ ദൈവത്തിന്റെ പേര് നീ നോട്ട് ചെയ്തോ, അവൻ യഹോവ റാഫയാണ്. ജീവിതം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പലായനം ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി അവന്റെ പേര് നോട്ട് ചെയ്തോ, അവൻ യഹോവ നിസിയാണ്, അവൻ ജയത്തിന്റെ കൊടിയാണ്. ഡിപ്രഷനോ ടെൻഷനോ ഒക്കെ വന്ന് മനസ്സ് കലുഷിതമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ എഴുതി വെച്ചു, അവന്റെ പേര് യഹോവ ശമ്മയാണ്. അവൻ നിനക്ക് സമാധാനമാണ്. അവൻ നിന്റെ ആവശ്യങ്ങളെ സന്ധിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കാൽവറിയുടെ കൊലക്കളത്തിൽ വെച്ച് യേശു കർത്താവ് മറിയെ യോഹന്നാന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. കഴിഞ്ഞ പകൽ ഇവിടെ നിന്ന് ഞാൻ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം നിങ്ങളോട് കൈമാറിയിരുന്നു. റെഫീദീമിൽ വെച്ച് അമാലേക്ക് യുദ്ധത്തിന് വന്നപ്പോൾ ആമേൻ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത ജയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഞാനൊന്ന് തൊട്ടുപൊക്കോട്ടെ. പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം അതിൻ്റെ പൊരുളാണ്. നിഴൽ വ്യാഖ്യാനിച്ചിട്ട് പൊരുൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ല. കാര്യ വെളിപ്പെട്ട് വന്ന ഒരാൾ നടുവിൽ നടക്കുമ്പോൾ പിന്നെ പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ നിന്ന് വിശദീകരിച്ച് യേശുവിനെ തെളിയിക്കേണ്ട അത്രയും ബുദ്ധിമുട്ട് ദൈവകൃപയാൽ നമുക്ക് വന്നിട്ടില്ല. കാര്യ അവൻ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുകയാ. അതാ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാ. ഹല്ലേലൂയ. പോരാ കരമുയർത്തി ഹല്ലേലൂയ. റഫീദീമിൽ വെച്ച് യുദ്ധമുണ്ടാകുന്ന സമയം മോസസ് എന്താ ചെയ്തെന്നറിയാമോ? ഒരു കൊച്ചു കുന്നിന്റെ മുകളിലേക്ക് ചാടിക്കയറി. എന്നിട്ട് ജോഷുവോട് പറഞ്ഞു, ജോഷുവാ നീ ഫ്രണ്ടിൽ നിന്ന് യുദ്ധം നയിച്ചു കൊള്ളുക, ഞാൻ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് എൻ്റെ വടി കയ്യിൽ പിടിച്ച്. നോ, ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ച്. പണ്ടത് അവന്റെ വടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി. കാര്യമെന്താ? പണ്ട് മോസസിനെ ദൈവം വിളിച്ചപ്പോ എന്താ നിന്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് വടിയാണ്, താഴെ ഇടാൻ പറഞ്ഞു. അത് താഴെ ഇട്ടപ്പോൾ വളരെ പെട്ടെന്ന് മോസസ് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ആ പാമ്പായിട്ട് അതൊന്ന് ആടാൻ തുടങ്ങി. ആ പാമ്പിനെ കണ്ട് മോശ ഒരൊറ്റ ഓട്ടമാ. പേടിച്ചോടിയ മോസസിനോട് ദൈവം പറഞ്ഞു തിരികെ വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതിൻ്റെ വാലെ കയറി പിടിക്കാൻ പറഞ്ഞു. അയ്യോ, ഈ ഒരു ദൈവശാസ്ത്രം പ്രത്യേകതയാണ്, ഇതൊരു മിസ്റ്ററി തന്നെയാ. കാര്യ ആടുന്ന പാമ്പിൻ്റെ വാലെ പിടിക്കുക എന്ന് പറഞ്ഞ അല്പം ബോധമുള്ളവർ, അല്പം ബുദ്ധിയുള്ളവർ, പ്രത്യേകിച്ച് നമ്മളൊക്കെയാണ് എപ്പം തിരിച്ച് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ തമ്പുരാനോട് വരെ നമ്മൾ ചോദിച്ചു പോകും, തമ്പുരാനെ എന്താ ഇത്ര ബോധമില്ലായ്മ പറയണേ? പാമ്പിന്റെ വിഷം തലയിലാണ്, വാലേ കയറി പിടിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് അങ്ങോട്ട് ചോദിച്ച തമ്പുരാൻ പറയും, മിണ്ടാതിരിയുടെ. മോശ തിരിച്ച് ചോദിക്കാത്ത കൊണ്ട് അവനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ്. നമ്മൾ തിരിച്ച് ചോദിക്കുന്നത് കൊണ്ട് ഇതുവരെ അവനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ സൈലന്റ് ആയിപ്പോയെ? പറ ഹാമേ. എന്തിനും തിരിച്ച് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് തമ്പുരാൻ നിന്നെ ഉപയോഗിപ്പാൻ വൈകരുത്. ഈ രാത്രി ദൈവം പറയുന്നതിന്, വചനം പറയുന്നതിന് ആമേൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്?
കയ്പ് വെള്ളത്തിന്റെ അടുക്കൽ നിൽക്കുന്ന വൃക്ഷം ആ കയ്പ് വെള്ളം തന്നെ വലിച്ചു കുടിച്ച് വളർന്നു നിൽക്കുന്ന പടുവൃക്ഷത്തിന്റെ കൊമ്പൊടിച്ച് വെള്ളത്തിലോട്ട് ഇട്, അത് മധുരമാകുമെന്ന് പറയുന്ന ദൈവശാസ്ത്രത്തിന് ആമേൻ പറയാം. മോസസ് തയ്യാറായില്ലേ? തമ്പുരാനെ, ഈ വെള്ളമേ കയ്പാ മാറയാ, അതിന്റെ തീരത്ത് നിൽക്കുന്ന ഈ വൃക്ഷം, ആ വെള്ളം വലിച്ചു കുടിച്ച് വളർന്നു നിൽക്കുന്ന ഈ പടുവൃക്ഷത്തിന്റെ കൊമ്പ് ഞാൻ പിടിച്ചൊന്ന് കടിച്ചു നോക്കട്ടെ ആദ്യ, അത് കഴിക്കുകയാണെങ്കിൽ തമ്പുരാനെ അതൊടിച്ച് വെള്ളത്തിലോട്ട് ഇടുന്ന കാര്യത്തിന് ഞാനില്ല എന്നൊന്നും മോശ പറഞ്ഞില്ല. മോശയുടെ സ്പെഷ്യാലിറ്റി ദൈവം എന്ത് പറയുമോ അതനുസരിക്കും. പുതിയ നിയമത്തിൽ, പുതിയ നിയമ ശുശ്രൂഷയിൽ ദൈവം പറയുന്നത് അനുസരിക്കാമെന്ന് പറയുന്നവർ മാത്രം എന്നോട് ചേർന്ന് വലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കമാൻ, ദൈവം എന്നോട് എന്ത് പറയുമോ അത് ഞാൻ അനുസരിക്കാം, സംശയം കൂടാതെ, ഒരു ദൈവശാസ്ത്രവും വ്യാഖ്യാനിക്കാതെ. എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഞാൻ അതുപോലെ അനുസരിക്കാമെന്ന് പറയുന്ന നൂറുകണക്കിന് കരങ്ങൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്. അവരെന്നോട് ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, ആ ആടുന്ന പാമ്പിന്റെ വാലിൽ കയറി മോസസ് പിടിച്ചപ്പോൾ അത് പഴയതുപോലെ വടിയായി മാറി. എന്ന് വെച്ചാൽ മോസസ്, ഇത് പഴയ നിയമമാണ്. പഴയ നിയമം തലയെ ഡീൽ ചെയ്യുന്നതല്ല, പാമ്പിന്റെ തലയെ ഡീൽ ചെയ്യുന്നത് പുതിയ നിയമമാണ്. തല തകർക്കാൻ വരുന്നവൻ പുതിയ നിയമ മധ്യസ്ഥൻ, നീ പഴയ നിയമ മധ്യസ്ഥനാ. നീ വാലിൽ പിടിച്ചങ്ങ് മിനുസ് ചെയ്തു പോയാൽ മതി. തല തകർക്കാൻ ഒരാൾ വരുന്നുണ്ട്. അല്ല, അവൻ വന്നു കഴിഞ്ഞു. അവന്റെ പേര് നസറായനായ യേശു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഒരു നല്ല ദൂതോടെന്ന് പറഞ്ഞോട്ടെ, മോസസ്, വാലിൽ വിഷമില്ല, തലയിലാ വിഷം. വിഷമില്ലാത്തടം നീ ഡീൽ ചെയ്തോ, വിഷമുള്ളടം ഞാൻ കൈകാര്യം ചെയ്തോളാം. നിനക്ക് പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്ക കൊണ്ടുപോവാ, ഞാനതിനെ കൈകാര്യം ചെയ്തോളാം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം ഡീൽ ചെയ്യാൻ പറ്റാതെ വന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ ആ വിഷയം കർത്താവ് തൊടാതെ പോകത്തില്ലെന്ന് ഉറപ്പിക്കുന്നവർ മാത്രം ആ കരം തട്ടി അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 5 വർഷമായി 10 വർഷമായി നീ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ ഏതോ കെട്ടപ്പെട്ടൊരു കേസ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഡീൽ ചെയ്യുവാൻ ആ ഫയൽ ഇന്ന് രാത്രി സ്വർഗം ഓപ്പൺ ചെയ്യാൻ പോകുകയാ. അത് എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര പ്രശ്ന സങ്കീർണമായ പ്രോബ്ലം ആണെങ്കിലും, ഇന്ന് രാത്രി അതിനെ തകർക്കുവാൻ, അതിന്റെ മേൽ ജയമെടുക്കുവാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ രാത്രി യഥാവാനായി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അന്യഭാഷകളിൽ സ്തോത്രം ചെയ്തുകൊള്ളുക. ഇന്ന് രാത്രി യുദ്ധ പരിശുദ്ധമാവ് ജയഭേരി മുഴക്കാൻ പോകുകയാ, ജയഭേരി മുഴക്കാൻ പോകുകയാ. അറബി അബ്ദുൽ ഖമനി റഗദലയ പ്രൗഷസിയാജ. യേശുവിന്റെ നാമത്തിൽ ആത്മനിറവുള്ള ദൈവമക്കൾ ആത്മാവിൽ യുദ്ധം ചെയ്തുകൊള്ളണം. ഇന്ന് രാത്രി മോസസിന്റെ കയ്യിലെ വടി എന്നതുപോലെ നിന്റെ കയ്യിൽ കാണിക്കാനൊന്നുമില്ലെങ്കിലോ നിന്റെ മേലൊരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ വായടക്കിയിരിക്കരുത്. അവന്റെ കയ്യിലെ വടിയും പിടിച്ച് അവൻ കുന്നിന്റെ മുകളിൽ കയറി കൈ ഉയർത്തിയാൽ അത്ഭുതം നടക്കുമെങ്കിൽ ആ വടി കയ്യിൽ പിടിച്ച് റെഡ് സീയുടെ മുമ്പിൽ ചെന്ന് റെഡ് സീയുടെ കുറുകെ ആ വടി കയ്യിൽ പിടിച്ച് നീട്ടിയാൽ അന്ന് രാത്രി ഒരു മിറക്കിൾ നടക്കുമെങ്കിൽ നിന്റെ കയ്യിൽ വടിയില്ല, പക്ഷെ നിന്റെ കയ്യിൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കരങ്ങളടിച്ച് അന്യഭാഷകളിൽ സ്തുതിക്കാം ദൈവത്തെ, സ്തുതിക്കാം ദൈവത്തെ, സ്തുതിക്കാം ദൈവത്തെ. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുകയാ. അവർ തകർത്തു ദൈവവചനമാകയാ. ഇന്ന് രാത്രി ഒരു ജയം എടുക്കാതെ യോഗം ആശീർവാദം പറയുകയില്ല. മാനുഷിക ബുദ്ധിയിൽ പിടിച്ചു കെട്ടിയ മുഴുവൻ പാശങ്ങൾ ഈ രാത്രി കർത്താവ് അഴിച്ചു കളയുകയാ. തീ തൊട്ട ചണനൂൽ പോലെ സാംസനെ കെട്ടിയ ചരടുകൾ പൊട്ടിമാറിയതുപോലെ ഈ മീറ്റിംഗിന്റെ ആത്മപകർച്ചയെ തടുക്കാൻ പിശാച് കെട്ടിയ മുഴുവൻ കെട്ടുകൾ ആത്മാവിന്റെ അഗ്നി, ആത്മാവിന്റെ അഗ്നി, ആത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി കത്തിച്ചു കളയുകയാ.
ചില ഏരിയയിൽ വിടുതൽ നടക്കാൻ പോകുക. ദുരാത്മാവ് ഇന്ന് രാത്രി ഇളകി മാറാൻ പോകുക. ചില കുടുംബങ്ങളെ കെട്ടിവെച്ച അശുദ്ധ ശക്തികൾ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കാൻ പിശാച് ചിലതിനെ കെട്ടിവെച്ച ആ ദുർഭൂതങ്ങളുടെ കുരുക്കുകൾ ഇന്ന് രാത്രി പൊട്ടിച്ചു കളയാൻ നിന്റെ കയ്യിലെ അഭിഷേകം നീ പുറത്തെടുക്കണം. എന്റെ കൈവെപ്പിനാൽ നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപാവര നീ ജ്വലിപ്പിക്കണമെന്ന് തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് പോലെ ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ മൂടിവെക്കരുത്, കൃപാവരമുള്ളവർ ജ്വലിപ്പിക്കാതിരിക്കരുത്, അഭിഷേകമുള്ളവർ വായി തുറക്കാതിരിക്കരുത്. ദൈവസഭ ഇന്ന് രാത്രി ജയിക്കുക. നിന്റെ ഹസ്ബൻഡിനെ ദൈവം തൊടാൻ പോകുക, നിന്റെ വൈഫിനെ ദൈവം സൗഖ്യമാക്കാൻ പോകുക. മദ്യപാന കെട്ടുകൾ ഇന്ന് രാത്രി ദേശം വിട്ട് അഴിയാൻ പോകുക. കുടുംബങ്ങളെ കുരുക്കാൻ വേണ്ടി അപകടങ്ങൾ കൂടപ്പുറപ്പാക്കിയ ശാബാഷ് പിശാചിനെ ഇന്ന് രാത്രി ക്രൂശി ചൊരിഞ്ഞ രക്തത്താൽ യേശുവിന്റെ നാമത്താൽ ജയിക്കുക. ഇന്ന് രാത്രി ഇവിടെ മാത്രമല്ല, ഈ ഓൺലൈൻ ടിവിയിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ ശക്തി എഴഞ്ഞു മാറട്ടെ, പൈശാചിക അധികാരങ്ങൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകാൻ പോകുക. അതിനെതിരെ വ്യാപരിക്കുന്ന പൈശാചിക അധികാരങ്ങളെ തകർക്കാൻ ദൈവം അഭിഷേകം തന്ന ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ട്. കമോൺ, അങ്ങ് പുറകിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. കരമടിച്ചോ കരമുയർത്തിയോ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പന്തൽ മുഴുവൻ ആത്മാവിന്റെ തീ ആളി കത്തട്ടെ. തമ്പുരാൻ പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ പർവ്വതം തീ പിടിച്ച് ആളി കത്തുകയായിരുന്നുവെന്ന് ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എന്റെ പിന്നാലെ വരുന്നവൻ അവൻ ആത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുക. തമിഴ്നാട് മുഴുവൻ ആത്മാവിന്റെ തീ കത്തട്ടെ. തീയുടെ അഭിഷേകം വെളിപ്പെടട്ടെ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ തീ കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അറബി അംദൽ ഖമനിയാസിയാര ആത്മാവിന്റെ തീ പിടിച്ചൊരു ജനറേഷൻ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. അല്ലാഹിമോസ് കലേഹാമിയസ് കലായി ചസ്തിബി രാജസ് ബഥാനി അൽ ബഹാരി അമസ്കരേദിഗൽ ഖനാസ് ലൈസ് ബി ലോഹോറിയ മസറൻ ചസ്തിബി റാസ്മിൽഹോ രശ്മി ആൽഖിദാൽ ബിഖോറിയ മസറൻ ചസ്തബ. ഈ ആരാധനയുടെ നടുവിൽ ചിലർക്ക് ദൈവം പുതിയ ഭാഷകൾ തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഇതൊരു കൺവെൻഷൻ കൂട്ടമാണെങ്കിലും ഇവിടെ വന്ന ദൈവമക്കൾ മുഴുവൻ ദൈവമക്കളാകയാൽ അവരെ വെറുതെ വിടാൻ യേശുവിന് കഴിയില്ല. അവരെ വെറുതെ വിടാൻ പരിശുദ്ധാത്മാവ് തയ്യാറല്ല. ഇന്ന് രാത്രി ചിലതിൻ്റെ നാവിൽ പുതിയ ഭാഷകൾ തന്ന് പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി, വെളിപ്പാടിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഉണർവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ തൊടുന്ന രാത്രിയാ. Majesty. Glory to God. Gloria a Dios. Shadiri Bahajanasa. Gloria a Dios. Shambaladara Praudamanaga Shagadagariga Baudamanaga Shambaba Arkaladini Pradagal Kanastaliga Bachi Athariga Arkalabrava Sambabadagal Karidachanam Brathanasa Atala Baba Hamdaradana. ഇതുപോലെയുള്ള ദുർശക്തികളെ ദുർസ്വപ്നങ്ങളിൽ കൂടി പിശാച് ചില വീടുകൾ കകത്തെ കയച്ചിട്ട് ആ വീടിനെ അടിമ വെച്ച് കെട്ടിയത് ഇന്ന് രാത്രി പൊട്ടി മാറുകയാണ്. ദേശത്ത് ഉണർവുണ്ടായ മതിയാകെയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരാലയം ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ ദൈവം ദേശത്ത് ഉയർത്തി. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, ഈ ദൈവസഭ മുഖാന്തിര ഈ ദേശത്തൊരു ഉണർവുണ്ടാകണം, ഒരു എളുപ്പുതൽ വരണം. കമോൺ. Oh Jesus. ദൈവം പറയുന്നത് അനുസരിക്കാതെ ജീവിതം പാഴാക്കി അവസാനം പരിഭവത്തോടെ കണ്ണടയരുത്. ദൈവം പറയുന്നത് എന്താണോ അതിന് ആമേൻ പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യാമെങ്കിൽ നിന്റെ ഒരൊറ്റ ലൈഫ് കൊണ്ട് ആയിരങ്ങൾ യേശുവിനെ കണ്ടിരിക്കും. എന്തു വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി.
ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവം പറയുന്നത് അനുസരിക്കാതെ ജീവിതം പാഴാക്കി അവസാനം പരിഭവത്തോടെ കണ്ണടഞ്ഞു പോകരുത്. ദൈവം പറഞ്ഞത് എന്താണോ അത് അതുപോലെ അനുസരിച്ച് ആയിരങ്ങൾക്ക് വിടുതലായി മാറാൻ തമ്പുരാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൈ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉയർത്തി എൻ്റെ ദൈവത്തോട് ഞാൻ ഒരിക്കൽ കൂടി റീഡെഡിക്കേറ്റ് ചെയ്യുകയാ. എന്ത് നീ പറയുന്നോ അതിനാമേൻ പറയാൻ വീണ്ടും ഞാൻ സമർപ്പിക്കുകയാണ്. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ഉപദ്രവം നടന്നപ്പോ ചോറ് വിളമ്പാൻ സെലക്ട് ചെയ്യപ്പെട്ട ഫിലിപ്പോസ് ചെതറിയോടിയ കൂട്ടത്തിൽ ഫിലിപ്പോസ് ഓടിപ്പോയത് ശമരിയയിലോട്ടാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശമരിയയിലോട്ട് ഓടിപ്പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ താൻ പോയി. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ജനം വിടുവിക്കപ്പെടാൻ തുടങ്ങി, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുത അടയാള ഊഴിയം ഫിലിപ്പോസിൻ്റെ കയ്യാൽ കർത്താവ് ചെയ്യാൻ തുടങ്ങി. ജനം വിടുവിക്കപ്പെടാൻ തുടങ്ങി. ആരുമില്ലാത്ത, വിശ്വാസിയില്ലാത്ത സ്ഥലത്ത് ചെന്ന് കർത്താവിനെ ഉയർത്തിയപ്പം പാറ പൊട്ടി തെറിക്കുന്ന പോലെ അടിത്തറ ഇളകി ജനം വിടുവിക്കപ്പെടുകയാ. സഭ ഉള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടെ ചെന്നൊരു ദൈവസഭയുടെ പാസ്റ്ററായി മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഈസി വേ ആണ്. പക്ഷേ ഒരാത്മാവ് പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിച്ച് അവിടെ ജനം ഓടിക്കൂടുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ക്യാരി ചെയ്ത അഭിഷേകം ചെറുതല്ല, അത് വലുതായിരുന്നു. ജനം ഓടിക്കൂടിയപ്പോൾ വാർത്ത എങ്ങനെയോ യെരൂശലേമിൽ അറിഞ്ഞ് പത്രോസും യോഹന്നാനും ഓടി അവിടെ എത്തി. ഫിലിപ്പോസ് നോക്കി നിൽക്കെ അവർ ജനത്തിൻ്റെ തലയിൽ അങ്ങോട്ട് കൈവെക്കാൻ തുടങ്ങി. അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അങ്ങോട്ട് നിറയാൻ തുടങ്ങി. നോക്കിക്കേ, ഓരോരുത്തരുടെ ശുശ്രൂഷ വ്യത്യാസമാകട്ടോ. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അങ്ങോട്ട് പ്രീച്ച് ചെയ്യുമ്പോൾ തന്നെ രോഗി സൗഖ്യമാകുന്നു, ദുരാത്മാക്കൾ വിട്ടുമാറുന്നു, സഭയില്ലാത്തിടത്ത് സഭ എഴുന്നേൽക്കുകയാ. പത്രോസും യോഹന്നാന്റെയും ശുശ്രൂഷ ഓടി ഇങ്ങോട്ട് വന്ന് തലയിലോട്ട് അങ്ങോട്ട് കൈവച്ചപ്പോൾ തന്നെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുകയാ. ഇത്രയും ദൈവദാസന്മാർ സ്റ്റേജിലുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും മിനിസ്ട്രി ഒരുപോലെയല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപോലെയല്ല മിനിസ്ട്രി. ആത്മാവ് ഒന്നാണ്, പക്ഷെ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരുപോലെ ആക്കി മാറ്റാനാ പിശാച് നോക്കുന്നേ, അല്ല. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കൃപാവരങ്ങൾ ഒന്നിലധികമാണ്. ജ്ഞാനത്തിൻ്റെ വചന, പരിജ്ഞാനത്തിൻ്റെ വചന, ആത്മാക്കളുടെ വിവേചന, വിശ്വാസത്തിൻ്റെ വര, രോഗശാന്തികളുടെ വര, വീര്യ പ്രവർത്തികളുടെ വര, പലവിധ ഭാഷകളുടെ വ്യാഖ്യാന, പ്രവചനവരം. വരങ്ങൾ ഒന്നല്ല, വരങ്ങൾ വ്യത്യാസമാണ്. വിളിച്ചത് ഒരുവനാണെങ്കിലും വിളി ഒരുപോലെയല്ല. സ്തോത്രം പറഞ്ഞില്ല. കമാ, ഒന്നുകൂടെ പറയുന്നു, വിളിച്ചത് ഒരാളാണെങ്കിലും എല്ലാവരുടെയും വിളി ഒരുപോലെയല്ല. ഞങ്ങളുടെ ഇത്രയും പേരുടെ വിളി ഒരുപോലെയാണെങ്കിൽ ഞങ്ങളുടെ ഇത്രയും പേരുടെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഇത്രയും പേരുടെ ആവശ്യം വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥ വിളി ഒരുപോലെയല്ല, വിളി വ്യത്യാസമുള്ളതാണ്. അതെന്താണെന്ന് അറിഞ്ഞു ചെയ്യുമ്പോഴാ ദൈവസഭയ്ക്കകത്ത് റിവൈവൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവസാനം അവിടുത്തെ മിനിസ്ട്രി അങ്ങോട്ട് കഴിഞ്ഞ് ഇത്രയും ജനം കൂടിയ സഭയ്ക്കകത്തു നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ നിറങ്ങാൻ പറഞ്ഞു. എങ്ങോട്ടാ പോകണ്ടേ? ആ വചനം വ്യത്യസ്തമായൊരു വചന. മലയാള ബൈബിളിൽ നിർജ്ജന പ്രദേശം ഗസയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിർജ്ജനം എന്ന് വെച്ചാൽ ആളില്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ കർത്താവ് ദൂത് പറയുക. ഒന്നോർത്തെ, ഇത്രയും ജനത്തിൻ്റെ നടുവിൽ നിന്ന് ആളില്ലാത്ത സ്ഥലത്തോട്ട് പോവുക എന്ന് പറഞ്ഞ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ചർച്ചിൻ്റെ അകത്ത് ഇത്രയും ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഇത്രയും ദൈവമക്കളെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുക, സാം ജോസഫ് അടുത്ത സൺഡേ അവിടെ കാണണ്ട, പെട്ടെന്ന് ഇവിടെ നിറങ്ങിക്കോളാൻ പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ നോർത്തെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അനുഗ്രഹിക്കപ്പെട്ട സഭ നടത്തുകയാ. 2.5 വർഷം കൊണ്ട് കുറെ ആത്മാക്കൾ സ്നാനപ്പെട്ട് ഉപവാസം ഇരുന്നും
പ്രാർത്ഥിച്ചും ദൈവശക്തി ആർജിച്ച് ആത്മശക്തിയോടെ ജനം സൗഖ്യമാകുന്നു, ജനം വിടുവിക്കപ്പെടുന്നു. ദേശം ഇളകിക്കൊണ്ടിരിക്കുന്ന സമയ ധാരാളം ആത്മാക്കൾ സഭയിലേക്ക് ഓടി വരുമ്പോൾ പെട്ടെന്നൊരു സൺഡേ ആരാധനയിൽ പുതിയ ആത്മാക്കൾ വന്നു. സ്നാനപ്പെടാൻ ജനം തയ്യാറായി നിൽക്കുകയാ. ആമേൻ. ആരാധന കഴിഞ്ഞു വൈകുന്നേരം ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ എൻ്റെ ലീഡർ എന്നെ വിളിക്കുകയാ, പാസ്റ്റർ സാ, ഇന്ന് രാത്രി ആ സഭയിൽ നിന്ന് നീ മാറണം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്തൊരു ശബ്ദമാണിത്? മാറണം, പാസ്റ്റർ എൻ്റെ ലീഡറാണ്, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പക്ഷേ ഒരു സൺഡേയും കൂടി എനിക്ക് തരാമെങ്കിൽ അടുത്ത സൺഡേ ഞാനൊന്ന് ഹായ് പറഞ്ഞ് ഒന്ന് ബായ് പറഞ്ഞ് സ്നേഹത്തോടെ ദൈവമക്കളെ കണ്ടിട്ട് പോകാം. പാസ്റ്റർ എന്നോട് പറഞ്ഞെന്നറിയാമോ, ഇന്ന് രാത്രി അവിടുന്ന് മാറണം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ കാര്യം. എൻ്റെ ലീഡർ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലെ ദൈവശബ്ദം കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ ദൈവമക്കളോട് ഒരു വാക്ക് പോലും പറയാൻ അനുവാദം കൊടുക്കാതെ എൻ്റെ ലീഡറിൻ്റെ വാക്ക് കേട്ടൊരു സൈക്കിൾ ചവിട്ടി ഒരു കവറിൻ്റെ അകത്ത് ബൈബിളും ഒരു 1-2 ജോഡി ഡ്രസ്സേ എനിക്കുള്ളൂ, അതും എടുത്തു വെച്ച് ഞാൻ ആ സമയത്തെ കാര്യം പറയണേ, തെറ്റിദ്ധരിക്കരുത്, ദയവ് ചെയ്ത് എന്നെ ക്രൂശിക്കരുത്. സ്തോത്ര. ആമേൻ. ആ സൈക്കിളും ചവിട്ടി രാത്രി ഞാൻ പോകയാ. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അബ്രഹാമിനോട് പറഞ്ഞ പോലെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോകാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ബസ്സിൽ അങ്ങനത്തെ ഒരു ബോർഡുണ്ടോ, കാണിപ്പാനിരിക്കുന്ന നാടെന്ന്? പക്ഷേ അബ്രഹാമിന് ഉറപ്പാ, പറഞ്ഞ ദൈവം വിശ്വസ്തന. പറഞ്ഞിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് കൂടാരത്തിന്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി തമ്പുരാനോട് ചോദിക്കണം എങ്ങോട്ട് പോകണം. കർത്താവ് പറയും ലെഫ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ 4 കൂടുന്ന വഴി. കർത്താവിനോട് ചോദിക്കുക എങ്ങോട്ട് പോകണം. കർത്താവ് പറയും റൈറ്റ്, സ്ട്രൈറ്റ്. പറഞ്ഞു നീ എത്തുന്നത് വാഗ്ദത്ത നാടാകുന്ന കനാനിലായിരിക്കും. ആമേ. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ ഇറങ്ങി തിരിച്ചു റോട്ടിക്കൂടെ സൈക്കിൾ ചവിട്ടി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ അവിടം വരെ ഒന്ന് വരിക, ഒരു രാത്രി എനിക്കൊന്ന് താമസിക്കണം, നാളെ ഞാൻ അവിടെ നിന്ന് പൊക്കോളാം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ഇഞ്ഞു വാ, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കുക. ഞാൻ പോകുന്ന വഴി ഒരു റോഡ് സൈഡിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്, കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടാ പോകുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ നാവ് പിഴച്ചിട്ടില്ല, ഒരു വ്യക്തിയോട് ഞാൻ ജഡീകമായി സംസാരിച്ചിട്ടില്ല. 21 ദിവസം ഫാസ്റ്റ് ചെയ്ത് 40 ദിവസം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥനാ മുറിയിൽ 8-10 മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്ന കാലങ്ങൾ. ആ സമയത്ത് ആ പൊക്കോളാൻ പറയുന്നത് വളരെ പെട്ടെന്ന് ഞാൻ ആ യാത്ര പോയി. എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര വേദന. ആമേ. ഞാൻ കരഞ്ഞു പോകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വചനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഇത് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ദൈവദാസന്മാർക്കോ ദൈവമക്കളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ എന്നെങ്കിലും ഒരിക്കൽ ആഗ്രഹമുള്ള ഒരാളെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർക്കോ പ്രയോജനപ്പെടേണ്ടതിനായി മാത്രം ഞാനിത് പറയുകയാ. ഒരു റോഡിന്റെ ഒരു സൈഡിൽ കൂടി സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഇടിമുഴക്കുമ്പോൾ ഒരു ശബ്ദം എൻ്റെ കാതിൽ വെട്ടി. എൻ്റെ കൺട്രോൾ പോയി. എൻ്റെ സൈക്കിൾ റോഡിലേക്ക് തെറിച്ചു. ഞാൻ നേരെ റോഡ് സൈഡിൽ പുല്ലിലേക്ക് ഞാൻ തെറിച്ചു. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. റോഡിലേക്ക് സൈക്കിളും പോയി. ഞാൻ തെറിച്ചു വീഴുന്നത് ഒരു പുല്ലിലേക്കാണ്. ആൾക്കാർ ഓടിക്കൂടി. ഞാൻ അവിടെ കിടന്ന് പിടയ്ക്കുകയാ. എനിക്കറിയത്തില്ല എന്താ സംഭവിക്കണത്. ഞാൻ ജനിച്ചു വളർന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലാണ്. അവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. എൻ്റെ ലൈഫിലും ഇത് ആദ്യമാണ്. ഞാനാണ് പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വോയിസ് എനിക്കറിയാം. എന്നെ ആകമാനം എടുത്ത് കൊടഞ്ഞുപോയി. ആൾക്കാരെല്ലാം ഓടിക്കൂടി എന്നെ ഇങ്ങനെ നോക്കുക. അവർ വിചാരിച്ചു പാഗലാണ്, ഒരു ഹാഫ് ഭ്രാന്തനാണ് എന്നാണ് അവരുടെ വിചാരം. എനിക്കറിയാം എനിക്ക് ഭ്രാന്തില്ല. പക്ഷെ എന്തോ ആത്മശക്തി എൻ്റെ മേൽ തൊട്ടിട്ടുണ്ട്. റോട്ടിൽ വെച്ച ഈ സംഭവം ഞാൻ തപ്പിയെടുത്തു, തെറിച്ചുപോയ ബൈബിൾ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് മുട്ടുമടക്കി തിരുവെടുത്തെടുത്ത് ഞാൻ കേട്ട ശബ്ദം വായിക്കുകയാ. ബൈബിൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ വന്ന ആൾക്കാർ പറഞ്ഞു, ക്രിസ്ത്യാനിയായ ഭൂതവാ, കുഴപ്പമില്ല, ഇച്ചിരി കൂടിപ്പോയതാ, ഇതൊക്കെ എനിക്ക് കേൾക്കാം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് കരഞ്ഞുകൊണ്ടുപോയി എന്നെ ആത്മാവിൽ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ തൊടുകയായിരുന്നു. എൻ്റെ സഹോദര, നീ പറയുമ്പം നിൽക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്, നിന്നെ പേടിയുള്ളവനല്ല പരിശുദ്ധാത്മാവ്. നീ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇങ്ങനെയേ പറ്റുമെന്ന് പറഞ്ഞാൽ നിന്നു കൊടുക്കുന്നവനല്ല പരിശുദ്ധാത്മാവ്. ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് അന്ന് ഞാൻ കേട്ട ദൈവശബ്ദ എന്നെ വെട്ടി തിരിക്കുകയായിരുന്നു. അതോടുകൂടെ എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി. ഞാൻ ആള് മാറിയവനെ പോലെ സൈക്കിളും ചവിട്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക ചെന്നു. എൻ്റെ വെള്ള ഷർട്ട് മുഴുവൻ ചെളി പിടിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചടേ, നിനക്ക് വല്ല അപകടം സംഭവിച്ചോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞടാ, പരിശുദ്ധാത്മാവ് എന്നെ കയറി തൊട്ടു. റോഡ് സൈഡിൽ
സൈഡിൽ വെച്ച് തൊട്ടതാണ്. പരിശുദ്ധാത്മാവ് അവനോട് ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ ആ ദൈവദാസൻ, എൻ്റെ ലീഡർ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ചർച്ചിൽ 500-ലധികം പേരുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഇന്ന് നീ ഇവിടെ ശുശ്രൂഷിക്കണ. ദൈവാത്മാവ് നിന്നെ ഇവിടെ ഉപയോഗിക്കാൻ പോകുകയാ. ഞാൻ പറഞ്ഞില്ല, 10-20 പേരുടെ മുമ്പിൽ പ്രസംഗിച്ച് ശീലമുള്ള ഞാൻ 100 കണക്കിന് പേരുടെ മുമ്പിൽ മൈക്കെടുത്ത് നിന്നിട്ടില്ല. വേണ്ട, അല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്നോട് മാറാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പിറ്റേ സൺഡേ എൻ്റെ ലീഡറിന്റെ ചർച്ചിൽ കയറി ജീവിതത്തിൽ ആദ്യമായി 100 കണക്കിന് ദൈവമക്കളുടെ മുമ്പിൽ ഞാൻ കേട്ട ദൈവശബ്ദം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആലയത്തിൻ്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എൻ്റെ മിനിസ്ട്രിയിൽ ആദ്യമായി ഞാൻ കാണുന്ന ആത്മപകർച്ച എന്നെ പുറത്തെടുക്കാൻ എൻ്റെ ലീഡർ വഴി പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആമേ, എന്ത് കണ്ടോ അത് മാത്രം പ്രാപിച്ചുകൊണ്ട് ജീവിതം തീർക്കരുത്. പ്രാപിച്ചത് നല്ലതാ, പ്രാപിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതാ. സ്തോത്രം, 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 സ്തോത്ര. ഞാൻ പ്രാപിച്ച് തീർന്നിട്ടില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടേ ഒന്ന് കർത്താവിൻ്റെ മുമ്പിൽ കര ഉയർത്തിപ്പിടിച്ചേ. കമാൻ. യെസ്, യെസ്, ഞാൻ പ്രാപിച്ചത് മാക്സിമം അല്ല, ഞാൻ പ്രാപിച്ച അഭിഷേകം മിനിമമാണ്. ഇനിയും എനിക്ക് പ്രാപിക്കാൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരം താത്തി ഇടരുത്, ആ കര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറ ദൈവത്തിന്, ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഒരു ആത്മപകർച്ച ഇവിടെ ഉണ്ടായാൽ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടാനിടയായി തീരും. തമ്പുരാൻ എന്നെ തൊട്ട ചില നിമിഷങ്ങളുണ്ട്. ഈ രാത്രി ഞാൻ ദൈവസഭയോട് പറയുക, ആരെയും പേടിച്ച് നിന്റെ ശുശ്രൂഷ ഒതുക്കി വെക്കരുത്. ആരെയും ഭയപ്പെട്ട് നിന്റെ ഭാവി നീ തകർത്ത് കളയരുത്. മനുഷ്യ ഭയം ഒരു കണിയാണ്. ഇന്ന് രാത്രി തലമുറകളോട് ഞാൻ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുക, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക. എന്നിട്ട് ദൈവമേൽപ്പിച്ച തീ പിടിച്ച ഒരു ശുശ്രൂഷ ഈ തലമുറയിൽ ചെയ്യാൻ കരുത്തുള്ളവർ പറ ഹല്ലേലൂയ. ആരുമില്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അതുപോലെ അനുസരിച്ച് പോയ സുവിശേഷകനാകുന്ന ഫിലിപ്പോസ് ആരുമില്ലാത്ത ഗസയിൽ ചെന്നപ്പോൾ ഒരു രാജരഥം വരികയാ. രാജരഥത്തിൻ്റെ അകത്തിരുന്നു കൊണ്ടൊരു ധനകാര്യ മന്ത്രി വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ചുരുള് വായിച്ചുകൊണ്ടിരിക്കുകയാ. തമ്പുരാൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ചേർന്ന് നടക്കാൻ പറഞ്ഞു. ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചേർന്ന് നടക്കാൻ വേണ്ടി ഓടിയെന്ന മലയാള ബൈബിളിൽ എഴുതിയത്. ഓടിച്ചെന്ന് അവൻ ചേർന്ന് നടന്നു. ആലോചന അനുസരിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവശബ്ദം അനുസരിക്കാൻ വേണ്ടിയുള്ള നിന്റെ ഓട്ട, ദർശനം പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ള നിന്റെ ഓട്ട ഇന്ന് രാത്രി എൻ്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ആർക്കും തടുക്കാൻ ഒക്കത്തില്ല. കാര്യ പഴയ നിയമത്തിൽ ഇതേ ഗസയിൽ വെച്ചാണ് ശാംസൺ തകർന്നു പോയത്. ഇതേ ഗസയിൽ വെച്ചാണ് ശിംശോൻ തകർന്നു പോയത്. കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി, ദൈവശക്തി നഷ്ടപ്പെട്ടവനായി, പിശാചിന്റെ മുമ്പിൽ കളിപ്പാവ പോലെ വട്ടം കിടന്ന് കറങ്ങിയത് ഇതേ ഗസയിലാണെങ്കിൽ, പഴയ നിയമത്തിലെ ഒരു മനുഷ്യൻ പരാജയപ്പെട്ട സ്ഥലത്ത് പുതിയ നിയമത്തിൽ ഒരു ദൈവദാസനെ ആമേൻ ജയിക്കാൻ വേണ്ടി ദൈവം ആമേൻ അനുഗ്രഹിച്ച് അയക്കുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, പലരും തോറ്റു തുന്നം പാടിയ സ്ഥലത്ത് നീ ജയിക്കാൻ പോകുകയാ. പോരാ പോരാ പോരാ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. പലരും തോറ്റ് തലകുനിച്ച സ്ഥലത്ത് നീ ജയിക്കാൻ പോകുകയാ. പലരുടെയും വീട്ടിൽ ക്യാൻസർ ജയിച്ചു, നിന്റെ വീട്ടിൽ യേശു ജയിക്കുകയാ. പലരുടെയും വീട്ടിൽ ആഭിചാരം ജയിച്ചു, നിന്റെ വീട്ടിൽ അഭിഷേകം ജയിക്കുകയാ. പലരുടെയും വീട്ടിൽ മന്ത്രവാദം ജയിച്ചു, നിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ജയിക്കുകയാ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ആമേൻ ആത്മാവിന്റെ വാള് വീശി വെട്ടുന്നത് ഞാൻ കാണുകയാ. അന്ധകാരത്തിന്റെ അടിത്തറ ഇളക്കാൻ, മന്ത്രവാദങ്ങളുടെ ആമേൻ അടിത്തറ ഇളക്കാൻ ഈ രാത്രി നിന്റെ മേൽ ജയം ജയം ജയ, പരിശുദ്ധാത്മാവിന്റെ ജയം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാ. കമാൻ. അഭിഷിക്തന്മാരെ, ഇതുവരെ ശുശ്രൂഷിച്ചത് നല്ലതാണ്, പക്ഷെ ഇനി ശുശ്രൂഷിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതാണ്. ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം നല്ലതാണ്, പക്ഷെ ഇതിനെ ഇനി പ്രസംഗിക്കാൻ പോകുന്ന വചനം അതിനേക്കാൾ പവർഫുൾ ആണ്.
ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാ. അതുകൊണ്ട് ദൈവമക്കൾ, ഈ മീറ്റിംഗ് ഒരു ചടങ്ങ് മീറ്റിംഗ് പോലെ കാണരുത്. എന്നും കുന്നുമുള്ള പ്രാർത്ഥന പോലെ, ഒരു പാരമ്പര്യ സഭയുടെ മീറ്റിംഗ് പോലെ ഇന്ന് രാത്രി ആക്കി നീ ഇതിനെ കെട്ടിപ്പൂട്ടി ഇടരുത്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ കയ്യിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. കൃപാസനം ദൈവസഭ ഒരു ചരിത്ര വിഷയമായി മാറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ. ലോകം അറിയപ്പെടുന്ന ഒരു ദൈവസഭയാക്കി ഈ ദൈവസഭയിലെ ഉണർവ് മാറ്റിയെടുക്കാൻ എൻ്റെ ദൈവം തയ്യാറാണെങ്കിൽ അതിന് ആമേൻ പറയാൻ കരുത്തുള്ളവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ ജീസസ്. ഓടിച്ചെന്നു ചോദിച്ചു, വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, പൊരുൾ തിരിച്ചു തരാൻ ആരുമില്ല. താനങ്ങോട്ട് പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുൾ തിരിച്ചു കൊടുത്തവരുടെ വെള്ളം കണ്ടപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു, ദേ വെള്ളം സ്നാനമേൽക്കണം. ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. ഷണ്ണൻ സന്തോഷത്തോടെ വെള്ളത്തിൽ നിന്ന് കയറി. താൻ നേരെ രഥത്തിൽ കയറി തൻ്റെ നാട്ടിലേക്ക് പോയി, എത്യോപ്യയിലേക്ക്. ഫിലിപ്പോസിനെ ആത്മാവ് കൊണ്ടുപോയി. ദൈവശബ്ദം കേട്ട് അനുസരിച്ചിറങ്ങിയാൽ ആത്മാവ് എടുത്തുകൊണ്ട് പോകും. ആത്മാവ് എടുത്തുകൊണ്ട് പോകും. ആ വചനം വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്നാണ് മലയാള ബൈബിളിൽ. എങ്ങനെയായി നിങ്ങളുടെ ബൈബിളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, തമിഴ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. ആത്മാവ് തമിഴിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആവിയാനവർ എടുത്തുകൊണ്ട് പോയി. അപ്പം നമ്മൾ രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. പറഞ്ഞേ ആമേ. ആവിയാനവർ കൊണ്ടുപോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആവിയാനവരേ, ആവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, ആവിയാനവരേ, അൻപിനാവിയാനവരേ, പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ആവിയാനവരേ, 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 പരിശുദ്ധ ஆவியானவரே, எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்த நாளில் உந்த சித்தம் போல் நடத்தி செல்லும் ஐயா. ஓ, எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் உன் சித்தம் போல் நடத்தி செல்லும் ஐயா. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே. கரங்களை தட்டி பாடிங்க. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, 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 பரிசுத்த ஆவியானவரே. அல்லேலூயா. எப்படி நான் ஜெபிக்க வேண்டும், எதற்கான ஜெபிக்க வேண்டும், கற்றுத்தாரும் ஆவியானவரே. எப்படி நான் ஜெபிக்க வேண்டும், எதற்கான ஜெபிக்க வேண்டும், கற்றுத்தாரும் ஆவியானவரே. வேத வசனம் புரிந்து கொண்டு விளக்கங்களே அறிந்திட வெளிச்சம் தாரும் ஆவியானவரே. வேத வசனம் புரிந்து கொண்டு விளக்கங்களே அறிந்திட வெளிச்சம் தாரும் ஆவியானவரே. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே. எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் ஓஹோ எங்களுக்குள்ளே கரங்களை வீசி பாடுங்க.
ആവിയാനം One more time, come on. Oh, ആവിയാനവരേ ദൈവ ശബ്ദം കേട്ടാ നീ ഇറങ്ങുന്നതെങ്കിൽ എടുത്തോണ്ട് പോകും. ആമേൻ. മോസസ് പറഞ്ഞു, ഞാൻ കുന്നിൻ്റെ മുകളിൽ കയറി വടി കയ്യിൽ പിടിച്ച് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തി നിൽക്കാം. ഞാനിപ്പോൾ എൻ്റെ 2 കൈ ഇവിടെ ഉയർത്തി നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ അറിയാതെ എൻ്റെ കൈ താന്നു പോകും. അധികം നേരം ഒരു മനുഷ്യന് കൈ ഉയർത്തി നിൽക്കാൻ ഒക്കത്തില്ല. ബൈബിൾ പറയുന്നു, മോസസിന്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ ജോഷുവ വെട്ടി കയറുകയാ. ഇതെന്തൊരു സ്ട്രാറ്റജിയാണ്! ഈ യുദ്ധതന്ത്രം അഭിഷേകമുള്ളവനെ അറിയാവോ? അഭിഷേകമുള്ള ദൈവമക്കളോടോ ദൈവദാസന്മാരോടോ മാത്രം ഇന്ന് രാത്രി പറയാൻ ഒരു സന്ദേശമുണ്ട്. പിശാചിനറിയാൻ വയ്യാത്ത തന്ത്രങ്ങൾ തമ്പുരാൻ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോവാ. പിശാചിനറിയാൻ വയ്യാത്ത തന്ത്രങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരാൻ പോകുകയാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോഷുവ പരാജയപ്പെടാൻ തുടങ്ങി. ജോഷുവ നോക്കിയപ്പോ മോസസിന്റെ കൈ താന്നു വരികയാ. എന്താ ബൈബിൾ പറയുന്നേ? കൈയങ്ങോട്ട് താന്ന ഉടനെ 2 ചാടിക്കേറി. അഹരോനും ഹൂരും, ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തും, കല്ല് ഇട്ട് ഇരുന്ന് കൈയങ്ങോട്ട് പോക്കി. കമോൺ സഭയെ, ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്ക്. 3 പേരെ നിങ്ങൾക്ക് കാണാം. നടുവിൽ പഴയ നിയമ മധ്യസ്ഥൻ മോസസ്, ഇടവും വലവും അഹരോനും ഹൂരും. കാൽവറിയുടെ കുന്നിലേക്ക് നോക്ക്. 3 പേരെ നിങ്ങൾക്ക് കാണാം. നടുവിൽ പുതിയ നിയമ മധ്യസ്ഥൻ. ഇടവും വലവും അഹരോനും ഹൂരിനെയും പോലെ 2 നിന്ദിക്കുന്ന 2 കള്ളന്മാർ. നോക്ക്, പഴയ നിയമത്തിലെ ആ കുന്നും പുതിയ നിയമത്തിലെ ഗോൽഗോഥ കുന്നും ഇന്ന് രാത്രി നോക്കിയിട്ട് എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. എന്താണ് ആ സന്ദേശം എന്നറിയാമോ? അഹരോനും ഹൂരും പഴയ നിയമത്തിലെ മധ്യസ്ഥനെ സഹായിപ്പാൻ, മോസസിനെ സഹായിപ്പാൻ ഇടവും വലവും കൈ ഉയർത്തി പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ കാൽവറിക്കുന്നിലേക്കൊന്ന് നോക്കിക്കേ. ഇടവും വലവും നിൽക്കുന്നവർ നിന്ദിക്കുമ്പോഴും മണിക്കൂറുകൾ കൈവിരിച്ച് കിടക്കുന്ന നസറായനിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യമൊന്ന് ഓർത്തോണം. തമ്പുരാൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ സാംബാസ് പ്രസംഗിക്കുന്നതിന് വേണ്ടിയല്ല, പ്രാർത്ഥനാ മുറിയിലെങ്കിലും ഇരിക്കുമ്പോൾ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ മറക്കരുത്. നിനക്ക് വേണ്ടി മണിക്കൂറുകൾ കാൽവറിയിൽ രക്തധാരിയായവൻ കൈവിരിച്ച് കിടന്നെങ്കിൽ അവന് വേണ്ടി കൈയെങ്കിലും ഒന്ന് ഉയർത്താൻ പറ്റിയാൽ അതൊരു മഹാപെരിയ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ തൻ്റെ ഇടമുണ്ടോ? ആ 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, യാമേ, എനിക്ക് വേണ്ടി ആണിയടിയേറ്റ നസറായനെ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട നസറായനെ, ഇന്ന് രാത്രി ഈ കരം ഇതിൻ്റെ അകത്തുയരുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, പരാജയപ്പെട്ട ചില ഏറിയകൾക്കകത്തേക്ക് വിജയത്തിൻ്റെ കൈ ഇന്ന് രാത്രി പൊങ്ങിക്കൊണ്ടിരിക്കുകയാ. വിജയത്തിൻ്റെ കൈ ഇന്ന് രാത്രി പൊങ്ങിക്കൊണ്ടിരിക്കുകയാ. നിന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ആരൊക്കെയോ ചേർന്ന് നിന്നെ ഒതുക്കി വെച്ചിരിക്കുകയാ. ഇന്ന് രാത്രി തൻ്റെ ഇടത്തോടെ കൈ ഉയർത്തി പിടിച്ചോ. അഭിഷേകമുള്ള നിന്നെ ഇനി ഒതുക്കാൻ ഒക്കത്തില്ല. അഭിഷേകമുള്ള നിന്നെ ഇനി അമർത്തി വെക്കാൻ ഒക്കത്തില്ല. പിശാച നിന്നെ ഒതുക്കാൻ നോക്കുന്നേ. പൈശാചിക സേന നിന്നെ ഒതുക്കി വെക്കുകയാ. വേണ്ട, ഇത് മതി, ഞങ്ങൾ ഇത്രേ വന്നുള്ളൂ, ഇതിൻ്റെ അപ്പുറത്ത് നീ പോകണ്ട. പക്ഷെ ഇന്ന് രാത്രി നിന്നെ ഒതുക്കി വെച്ച ദുർഭൂതങ്ങളുടെ കൈ നീ തൻ്റെ ഇടത്തോടെ കൈ ഉയർത്തുമ്പോൾ വെട്ടി മാറ്റപ്പെടുകയാ. ആമേൻ. ജനം ഇപ്പുറയിൽ നിന്ന് അക്കരയിലേക്ക് പോയതുപോലെ, ആമേൻ, ആർക്കും അക്കരയിലേക്ക് കടക്കാൻ കഴിയാതെ ഇക്കര കൊണ്ട് പലരും ഒതുങ്ങിയപ്പോ യോർദാൻ വിഭാഗിച്ച് 2 അക്കരയിലേക്ക് പറന്നിറങ്ങിയതുപോലെ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഈ ഉയർത്തിയ കരങ്ങളെ നോക്കി ഞാൻ കമാൻഡ് ചെയ്യുകയാ. ഒതുക്കി വെച്ച മുഴുവൻ കരങ്ങളെയോ കരം ഉയർത്തി ക്യാൻസൽ ചെയ്തു കൊള്ളുക.
Rahima Thalkasa Rahabi Alkabadijatan Darabi Kashiala Albaru Hasi and Taniasi Albara Hamdara Baushasiara Akarangalekuru Dayushakti Arangate E Uyartia Karamundalo Cancer Pediana E Uyartia Karamundalo Tumor Pediana Rogangalka Bayamana Akayotiri Karanya Kananur Toracha Kayana Akayotri Adwanicha Kayana Adwanatinda Taramba Kayil Kana Yendal Indiratria Kayilekura Abhishega Parishuddha പകരികയാ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അഭിഷേകത്തെ സ്വീകരിക്കൂ. Justi bicanta laya bacana Gloria a Dios, Rabbi Nakazi, Arbino Samasta Ragadagal Kana, Arta Labra Bahazia, Shabda Muyarti Anya Basha Samsarikiga, Shabda Muyarti Anya Basha Samsarikiga, Kribasanam Deva Sabai Adata, Unarva Thodanga Bohea, Kribasanam Deva Sabai Adata, revival Stati Ambohea, second revival Lake Kribasanam Deva Sabanara Nadakayana, Odikanini Okatilla, Kribavaramulavar Kribasana Tedinal Kanbogea, Pravadanavaramulavar Kribasanam Sabai Ledinal Kanbogea, Udangala Puratakan Abhishegam Kribawa Kribasanam Deva Sabakaga Tedalkaya Aditayor generation Kanade Yenda Tambura Nadangi Irikatilanda Imniratri Vishwasikana Yamakala Idinaga Taradikina the Kamar Aras Bahimal Koriasa La Misari Hilba Ratasi Globa Hadar Bighoshi Antani Elichas Bitini Al Bahariasa Artalayama Shamdalayama 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 Rata Katarabagashia Unnadigal and Melvagana Meranda Talamara Idendaga Tiripondalo Our higher studies Ladata Megali Lake Palain and Jaya Adigaramula generation Idendaga Tiripondala Poki Vida our Aningri Kapate Kairi Portava Namal Todata Kombil our Todatane Namal Kairata step over Kairatane Adata generation Yedda Kate Shabro Hasi Bal Hatara Bahazi ഈ സമാപന രാത്രിയിലെ മീറ്റിംഗിൽ വലിയൊരു ആത്മപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. മജസ്റ്റി റാഹിമ സഹൽബന റട്ടാലബ ശംദാലബ ഖാന. എനിക്കറിയാം ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണ്, പക്ഷേ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ദാഹമുള്ള സ്ഥലത്ത് പെയ്തിറങ്ങാൻ അന്നും ഇന്നും പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും എൻ്റെ തമ്പുരാൻ തയ്യാറാണ്. മാർഥോസ് യൻഥേ ലൈജസ് ബിയം ഥേനിയൽ ബഖറാസ്. Darbinos Alihaba da Galkana. Thank you, Lord. നാലാമത്തെ മൊഴി മർക്കോസ് വിശേഷം 15-ാം അധ്യായം 34 വായിക്കണ്ട. സങ്കീർത്തനം 22 തുടങ്ങുമ്പോൾ പ്രവചനാത്മാവിലാ ദാവീദ് അത് പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പുത്രൻ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ വരി ആണ്ടുകൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ സംഗീതം 22 ദാവീദ് പ്രവചിച്ചു വെച്ചു. മശിഹൈക സങ്കീർത്തനം. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? സത്യത്തിൽ മശിഹയെക്കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനത്തിൽ 22-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ കരങ്ങളിൽ ആണിയടിക്കപ്പെട്ടവനായി കാലുകളിൽ ആണിയടിക്കപ്പെട്ടവനായി നസറായൻ കാൽവറിയുടെ കൊലക്കളത്തിൽ കിടക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ദാവീദ് പ്രവചിച്ച പ്രവചനം. അവരിൽ പലരും പഴയ നിയമത്തിലാണ് ജീവിച്ചതെങ്കിലും അവർ ഉറ്റുനോക്കിയത് പുതിയ നിയമത്തിലേക്കായിരുന്നു. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി എന്ന് എബ്രായർ 11 എഴുതിയതുപോലെ
അവർ ജീവിച്ചത് പഴയ നിയമത്തിലാണ്, പക്ഷേ ഉറ്റുനോക്കിയത് പുതിയ നിയമത്തിലാണ്. അതുകൊണ്ട് ആ പുതിയ നിയമം പറയുന്ന അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയും അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. പഴയ നിയമത്തിൽ അവർ ജീവിച്ചതെങ്കിലും ഉറ്റുനോക്കിയത് പുതിയ നിയമത്തിലാണ്. അതുകൊണ്ടാ 22-ാം അധ്യായം ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം 22 മകനെ യാഗം കഴിക്കാൻ വേണ്ടി പോകുന്ന അബ്രഹാം യാഗത്തിനുള്ള വിറകും കത്തിയും തീയുമൊക്കെയായി പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ചോദ്യം മകൻ ചോദിച്ചു, എവിടാ മൃഗം? അപ്പൻ്റെ ആൻസർ, യഹോവ നോക്കിക്കൊള്ളും മോനെ, യഹോവ നോക്കിക്കൊള്ളും. എന്നിട്ട് ഒരു ദൂതൂടെ അബ്രഹാം അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൻ ഈ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെ പറഞ്ഞു വരുന്നു. തമിഴിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവൻ ഈ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. ഇത് മോറിയ മലയുടെ മുകളിൽ സംഭവിച്ച സംഭവമാണ്. മോറിയ മലയും സിയോൻ മലയും ഗോൽഗോഥ മലയും ഒലിവ് മലയും ഒക്കെ അടുത്തടുത്ത ഏരിയകളിലാണ്. നമ്മൾ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ മോറിയായിൽ നിന്നൊന്ന് വെട്ടി തിരിഞ്ഞാൽ ഗോൽഗോഥയിലെ ആ കൊച്ചു മൊട്ടക്കുന്ന് കാണാം. ഓർക്കുക, അവൻ ഈ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. പഴയ നിയമത്തിലെ ആള് നിൽക്കുന്നതെങ്കിലും പ്രത്യക്ഷനാകാൻ പോകുന്ന ഏകജാതനെ കുറിച്ച് ഒരു പ്രവചനം അബ്രഹാമിന്റെ നാവിന്ന് വന്നതാ 22-ാം അധ്യായം. എന്തിനാ ഞാനത് പറഞ്ഞെന്നറിയാമോ? പലരും പഴയ നിയമത്തിലാ ജീവിച്ചതെങ്കിലും ഉറ്റുനോക്കിയത് പുതിയ നിയമത്തിലോട്ടാ. കൃപയാൽ തമ്പുരാൻ നമ്മെ പുതിയ നിയമത്തിലാക്കിയതിനായി സ്തോത്രം. ഇല്ല, കര ഉയർന്നില്ല. പുതിയ നിയമത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സ്തോത്രം ഇങ്ങനെയല്ല. അവരിങ്ങോട്ടാ നോക്കിയതെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കരുത്. നമ്മൾ കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് നോക്കണം. അവരിങ്ങോട്ടാ നോക്കിയതെങ്കിൽ വെളിപ്പെട്ട ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ദൈവമക്കൾ 22-ാം സങ്കീർത്തനം തുടങ്ങുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കാതെ പോയതെന്ത്. ഇത്രയും അങ്ങോട്ട് പറഞ്ഞു നിർത്തി 2-3 വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ നിങ്കൽ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ പരിശുദ്ധരാകുന്നു. മലയാള ബൈബിളിലെ കാര്യം പറയണം കേട്ടോ. അപ്പോ തുടക്കം എൻ്റെ ദൈവമേ നീ എന്നെ മൈ ഗോഡ് ഉറക്കെ വിളിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ പരിശുദ്ധനാകുന്നു. അത് ചേർത്ത് വായിച്ചാൽ കാൽവറി വിരൽ ചൂണ്ടുന്നത് ഉയർപ്പിലേക്കാണ്. അവന്റെ ഉയർപ്പാണ് പൈശാചിക തലകളെ തകർക്കാനിടയായത്. അതെ, പരിശുദ്ധനായവൻ ഇന്ന് രാത്രി ഇവിടെ വാഹനമേറിയിട്ടുണ്ട്. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാക്കു പറഞ്ഞ നസറായൻ ഈ രാത്രി ഇവിടെ ആഗതനായിട്ടുണ്ട്. 4-ാമത്തെ മൊഴി അതായിരുന്നു, നീ എന്നെ കൈവിട്ടത് എന്ത്. 5-ാമത്തെ മൊഴിയാണ് നമ്മൾ വായിച്ച ആ കുറിവാക്യം, യോഹന്നാൻ 19:28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ വചനം ശ്രദ്ധേയമാണ്. എനിക്ക് ദാഹിക്കുന്നു. അവരെന്താ ചെയ്തേ? ഒരു ഓടത്തണ്ടിൻ്റെ മേൽ സ്പോഞ്ച് വെച്ച് കെട്ടി കയ്പ് കാടിയിൽ പുളിച്ച കാടിയിൽ മുക്കി അവന് എത്തിച്ചു കൊടുത്തു. അവൻ രുചി നോക്കിയാറെ കയ്പാകയാൽ കുടിച്ചില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഇവിടെ ഈ റോഡ് മാർത്താണ്ഡം വഴി ഇങ്ങനെ നാഗർകോവിലേക്ക് പോകുന്ന ഈ വഴി വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമുള്ള വഴിയും കൂടിയാണ്. മലയാളക്കരയിൽ യേശു കർത്താവിന് വേണ്ടി ആദ്യം ഇറങ്ങിത്തിരിച്ച ഒരു ദേവസഹായം പിള്ളയെ തമിഴ്നാട്ടിലെ ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കണക്കപ്പിള്ളയായി ജോലി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഫ്രഞ്ച് മിഷണറിമാർ ഈ സദേൺ പാർട്ടിൽ വന്ന് യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ ആദ്യമായി കർത്താവിന് ഹൃദയം കൊടുത്ത ഒരു ദൈവമനുഷ്യൻ, ദേവസഹായം പിള്ള എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആ വ്യക്തി ആരായിരുന്നു എന്ന്. അവസാനം ആരോ ഒറ്റിക്കൊടുത്തു, ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായി മാറി, ഈ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ
മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചോദിച്ചു, സത്യമാണോ ഈ പറയുന്നത്? അതെ, ഞാൻ യേശുവിൻ്റെ മകനാണ്. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. യേശുവല്ലാതെ വേറൊരു ദൈവം ഭൂമിയിലില്ല. അവസാനം ആ രാജാവ് പറഞ്ഞു, നല്ലൊരു ജോലിയും ചെയ്ത് കൊട്ടാരത്തിൽ മാന്യമായി ജീവിക്കുന്ന നിനക്ക് അങ്ങനെ പോയാൽ പോരെ? യേശു വേണോ? പറഞ്ഞു, വേണം. എങ്കിൽ ഇവിടെ ജോലിയില്ല, നിനക്ക് ഈ ഭൂമിയിൽ ജീവിതവും ഇല്ല. അങ്ങനെ ആ രാജാവ് ആമേൻ ആ ദൈവദാസനെ അറസ്റ്റ് ചെയ്തിട്ട് 8 താലൂക്ക് അധികാരികളുടെ മുമ്പിലിട്ട് വിസ്തരിച്ചു. 8 താലൂക്ക് അധികാരികളും അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് മുദ്ര ചുമത്തി തിരുവനന്തപുരത്ത് നിന്ന് ഒരു എരുമയുടെ പുറത്ത് കെട്ടിയിരുത്തിയിട്ട് കഴുത്തിൽ മുരിക്കിൻ പൂ കൊണ്ട് മാല തീർത്ത് കഴുത്തിലിട്ട് അപമാനിച്ചുകൊണ്ട് എരുമ തിരുവനന്തപുരത്തു നിന്ന് മാർത്താണ്ഡം വഴിയുള്ള റോഡ് വഴി അദ്ദേഹത്തെ കൊണ്ടുപോയത് ചരിത്രമാണ്. മറക്കാൻ കഴിയില്ല. കേരളക്കാർക്കും തമിഴ്നാട്ടിലെ വിശുദ്ധന്മാരായ ദൈവമക്കൾക്കും മറക്കാൻ കഴിയുകയില്ല. എരുമ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വഴി എരുമയൊന്ന് കുടഞ്ഞു, കെട്ടപ്പെട്ട താൻ നിലത്തേക്ക് വീണു. വഴിയിൽ കൂടി വലിച്ചുകൊണ്ട് ആ ദൈവദാസനെ എരുമ കൊണ്ടുപോകുകയായിരുന്നു. ഇതുപോലെയുള്ള അന്നത്തെ റോഡല്ല, ഈ റോഡ് റബ്ബറൈസ്ഡ് റോഡാണ്. അന്ന് കല്ലുപാകിയ ആ റോട്ടിൽ കൂടി അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോയപ്പോൾ ദേഹമെല്ലാം ആ കല്ലിൽ ഉരസി ദേഹം മുഴുവൻ പൊട്ടി ചോര ധാരധാരയായി ഒഴുകുന്ന സമയം ആ എരുമ വലിച്ചു കൊണ്ടുപോയി. ചോര ഇങ്ങനെ ഒഴുകുന്നത് കണ്ട് അട്ടഹസിക്കുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കിങ്കരന്മാർ സന്തോഷത്തോടെ അവർ അട്ടഹസിക്കുമ്പോൾ എരുമ തന്നെ വലിച്ചു കൊണ്ടുപോകുകയാ. പോയ വഴിയിൽ താനൊന്ന് അലറിക്കരഞ്ഞ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം തരണം. വായിച്ച വാക്യം കാൽവറി കൊലക്കളത്തിൽ വെച്ച് നാഥൻ നസറായൻ പറഞ്ഞ വചനമാ, എനിക്ക് ദാഹിക്കുന്നു. അവർ എരുമയെ പിടിച്ചു നിർത്തി റോഡ് സൈഡിലെ പാറയുടെ സൈഡിലേക്ക് ആ കെട്ടപ്പെട്ട ദൈവമനുഷ്യനെ എടുത്തങ്ങോട്ടിരുത്തി. ശരീരമെല്ലാം രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയം ആ റോഡിൻ്റെ സൈഡിലെ അഴുക്ക് ചാലിൽ നിന്ന് അഴുക്ക് ചാലിലെ വെള്ളം കുടിക്കാൻ കോരിക്കൊടുത്ത് ആ അഴുക്ക് ചാലിലെ വെള്ളം ആ ദൈവദാസന് കുടിക്കാൻ ഒക്കത്തില്ല എന്നറിയാം. അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി കോരിക്കൊടുത്തതാ. കയ്പ് കാടി ആ ഓടത്തണ്ടിൻ്റെ മേൽ സ്പോഞ്ച് വെച്ച് കെട്ടി മുക്കി അതങ്ങോട്ട് ഉയർത്തി നാഥന് കൊടുത്ത പോലെ ആദ്യ രാത്രിയിൽ ഞാൻ പാടിയ വരി മറക്കരുത്, എൻ പ്രാണനാഥൻ പോയതായ പാത മതി. കണ്ണീരോടെ അല്ലാതെ ആ പാട്ടൊന്നും പാടാൻ ഭൂമിയിൽ മനസ്സുള്ള ആർക്കും കഴിയുകയില്ല. ആ ദൈവദാസന് അഴുക്കുചാലിലെ വെള്ളം കോരിക്കൊടുത്തപ്പോൾ കുടിക്കാൻ കഴിയാതെ 2 കൈയും കെട്ടപ്പെട്ട ആ ദൈവദാസൻ ചാരിക്കിടന്ന പാറയിലേക്ക് കൈയുടെ മുട്ടുകൊണ്ട് ഒന്നിടിച്ചൊരൊറ്റ വിളിയാ, എൻ്റെ യേശുവേ. ആ വിളി ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന വിളിയായിപ്പോയി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ പാറ 2ആയി പിളർന്ന് ദാഹജലം പുറത്തു വരികയാ. നാട്ടുകാർ ആ പാറക്കിട്ട പേരാ നിങ്ങൾക്കറിയാം, മുട്ടടിച്ചാൻ പാറ. ആയിരക്കണക്കിന് പേര് ആ പാറ കാണാൻ പോകുന്നുണ്ട്. ഇന്നും ആ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ആ ദൈവദാസനെ ആ എരുമ വലിച്ചു കൊണ്ടുപോയി നേരെ ആ കാറ്റാടി മലയുടെ താഴെയുള്ള രാജാവിൻ്റെ ജയിലിൻ്റെ അകത്ത് 3 നാൾ പാർപ്പിച്ചു. അവസാനം കൊല്ലുന്നതിന് മുമ്പ് എങ്ങനെയെല്ലാം ശിക്ഷ വിധിക്കണോ അങ്ങനെയെല്ലാം ശിക്ഷിച്ചോളാം പറഞ്ഞ് രാജാവ് ആജ്ഞ കൊടുത്തു. കയ്യും കാലും കെട്ടി നിലത്ത് കിടത്തി 30 പ്രാവശ്യം ചാട്ടവാറ് കൊണ്ട് കാലിലെ വെള്ള തല്ലിക്കീറി വാ മൂടിക്കെട്ടി തേളും പാമ്പും വിഷപ്പാമ്പുമുള്ള കൊച്ചു ഗുഹയ്ക്കകത്ത് അദ്ദേഹത്തെ ഇട്ട് വേദനിപ്പിച്ചു. അലറി കരഞ്ഞാൽ ശബ്ദം പോലും പുറത്ത് കേൾക്കാതിരിക്കത്തക്കവണ്ണം ആ പീഡനം അതിക്രൂരമായിരുന്നു. അവസാന നമ്മൾ ആമേൻ അല്പം പനിയുള്ള സമയത്ത് ആവി പിടിക്കുന്നത് പോലെ വറ്റൽ മുളക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മുളക് വെള്ളത്തിന്റെ ആവി തന്നെ ശ്വസിപ്പിച്ച് ആന്തരിക അവയവങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞു. ചുണ്ണാമ്പ് ചൂളയ്ക്കകത്തിട്ട് ആ ദൈവമനുഷ്യന്റെ ദേഹം മുഴുവൻ പൊള്ളിച്ചു കളഞ്ഞു. അവസാനം കൊല്ലുന്നതിന് മുമ്പായി കയ്യും കാലും കെട്ടി 2 കൈയും ഉയരെ ഇങ്ങനെ കെട്ടി നിർത്തി കാൽവറിയിലേക്ക് നോക്ക്. 2 കൈയും വിരിച്ച് കൈകൾ ആണികൾക്ക് ഏൽപ്പിച്ച് കാലുകൾ ആണികൾക്ക് ഏൽപ്പിച്ച് നസറായം നിൽക്കുന്ന പോലെ 2 കൈയും വിരിച്ച് മുള്ളുകൊണ്ട് കെട്ടി നിർത്തി. രാജാവ് കൽപ്പിച്ചു മുള്ളുകൊണ്ട് തല്ലിയ ദേഹം കീറിക്കോളാൻ പറഞ്ഞു. ചുണ്ണാമ്പ് ചൂളയ്ക്കകത്തിട്ട് പൊള്ളിച്ച ശരീരം തല്ലി കീറുന്ന സമയ വേദന നിറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായി. തന്റെ സ്നേഹനിധിയായ ഭാര്യ തന്നെ കാണാൻ വരുമ്പോൾ മരണത്തോട് മല്ലടിച്ച് പൊള്ളിയ ശരീരം തല്ലി കീറിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് അലറിക്കരയുന്ന ഭാര്യയോട് അവിടെ നിന്നുകൊണ്ട് താൻ പറഞ്ഞു, മോളെ കരയരുത്, യേശുവിന് വേണ്ടിയാ.
കൈ ഉയർത്താതെ പോകരുത്. യേശുവിന് വേണ്ടി ഒരു കൈ ഉയർത്താതെ പോകരുത്. ഇത്രയും വോയിസ് അല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞേ പറ്റൂ. എല്ലാ അമ്മമാരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ പറ്റൂ. എല്ലാ പിതാക്കന്മാരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ പറ്റൂ. യേശുവിന് വേണ്ടിയാ, യേശുവിന് വേണ്ടിയാ, യേശുവിന് വേണ്ടിയാ. കമാൻ, യേശുവിന് വേണ്ടിയാ. റഹിമത ജനകസിയ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ആ കര ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? എന്നോട് ചേർന്ന് ആ കര ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? പോരാ, എന്നോട് ചേർന്ന് ആ കര ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഒരിക്കൽ കൂടി വിളിക്ക് യേശുവേ. പിശാച് വിറച്ചോണ്ടിരിക്കുക, വായ് തുറന്ന് വിളിക്ക് യേശുവേ. നമ്മുടെ നടുവിലുള്ള ആമേൻ സകല ദൈവമക്കളും വിളിക്കണം യേശുവേ. പലർക്കും ഈ പദം അലർജിയാ, പക്ഷെ നിനക്ക് ഈ പദം അഭിഷേകമാ. വിളിക്ക്, വായ് തുറന്ന് യേശുവേ. ശരീരം മുഴുവൻ തല്ലിക്കേറി അവസാനം ഷൂട്ട് ചെയ്ത് കൊല്ലുവാൻ വേണ്ടി കയ്യിൽ തോക്കുമെടുത്ത് പട്ടാളക്കാർ കാറ്റാടി മലയുടെ മുകളിലേക്ക് ആ ദൈവമനുഷ്യനെ കൊണ്ടുപോയി ആ മലമുകളിലെത്തിയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ദൈവദാസൻ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, എന്നിട്ട് എന്നെ കൊന്നാട്ടെ. ആ ദൈവമനുഷ്യന്റെ ഭൂമിയിലെ അവസാനത്തെ പ്രാർത്ഥന മുട്ടുമടക്കി താൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവസാനം താൻ പറഞ്ഞ എന്റെ പ്രാർത്ഥന കഴിഞ്ഞു, എന്നെ ഷൂട്ട് ചെയ്താട്ടെ. ആ പട്ടാളക്കാർ കാഞ്ചു വലിച്ചു, പക്ഷേ ആ തോക്ക് വർക്ക് ചെയ്യുന്നില്ല. പല പ്രാവശ്യം കാഞ്ചു വലിച്ചു, ആ തോക്ക് വർക്കാകുന്നില്ല. ആ ദൈവത്തിന്റെ ദാസൻ ചോരയിൽ കുളിച്ചു താൻ അവരോട് പറഞ്ഞു, ആ തോക്ക് എന്റെ കയ്യിൽ താ, ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് തരാ. അത് കയ്യിലെടുത്ത് താൻ ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് വർക്കാകണ, എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാനുള്ള വാഹനമാണ്. തോക്കിൻ മുനയിലും പതറാതെ നിന്നതാ സുവിശേഷ. തോക്കിൻ മുനയിലും പതറാതെ നിന്നതാ ദൈവശക്തി. തോക്കിൻ മുനയിലും പതറാതെ നിന്നതാ ക്രിസ്ത്യാനി. ദൈവസഹായം പിള്ളയെ മറ്റു പല സഭക്കാരും വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോ, സഹോദര നീ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ആ മനുഷ്യനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച സ്വർഗ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ സ്തുതിക്കാതെ പോകല്ലേ. പട്ടാളക്കാർ കാഞ്ചി വലിച്ചു. ആ ഗണ്ണ് ആമീൻ വർക്കായ ആ ബുള്ളറ്റ് തൻ്റെ ചങ്ക് തോളച്ച് താഴെ വന്നു. അവരെന്ത് ചെയ്തെന്നറിയാമോ? ചോരയിൽ പടയുന്ന ആ ദൈവദാസനെ ആ മലമുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. തൻ്റെ ശരീരം ഛിന്ന ഭിന്നമായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുക. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അന്ന് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നൊരു സമയം വരിക. കാറ്റാടി മലയിൽ ഛിന്ന ഭിന്നമായി പോയ ആ ദൈവമനുഷ്യന്റെ ശരീരം അന്ന് ഉയർത്തു വരിക. അന്ന് ഉയർക്കുന്ന കൂടെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടുക. അതേ പ്രിയരെ, യേശു വരാറായി. ഇന്ന് രാത്രി ജോബ് പാസ്റ്റർ ആമീൻ ഇവിടെ യോഗമാശീർവാദം പറയുന്നതിന് മുമ്പ് എൻ്റെ യേശു വരികയാണെങ്കിൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി ലക്ഷോപലക്ഷം ദൈവമക്കൾ പറന്നുയരുന്ന സമയ. പറന്നു പോകാൻ ചിറകുമുളച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കൈതട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം, സ്തോത്രം ചെയ്യണം. അതെ, അവന്റെ ദാഹം ശമിപ്പിപ്പാൻ നിന്നെ യേശുവിന് ഹാൻഡ് ഓവർ ചെയ്യുക. അലാറബ ഖതറബ 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 റതലബ്രബ ഖശലബ കന്ദലയബ ഖന അസ്തറബ ജനഗദലബ ഗബ ശംദറബ ഖന. ഒരു നിമിഷം ഒന്ന് എളുമ്പി നിൽക്കുമോ? കർത്തൃ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. നമ്മൾ ഒന്നിച്ച് 1-2 മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവസഹായം പിള്ളയെ പോലെ സുവിശേഷത്തിന് വേണ്ടി ധീര യോദ്ധാക്കളായി നിൽപ്പാൻ പരിശുദ്ധമാവ് നമ്മെ സ്വാഗതം ചെയ്യുകയാണ്. Rajasa, Majesty, Labru Hazas Mitenia, Gloria Dios, Shambra Kasi, Arthali Bachi, Balil Kamarashi, Mahada Janagasiya, Aranda Bahadari, Abaji Nahal Kamani, Arthale Pragas Al-Hadar Jamal Khadari, Achamanagadalava, Shamba Baharagadani, Arthali Baha Jagastalabra Vasi Simiria Bahal Kadanayasha, Aranda La Baba Baba, Sahodarangale Agatum Puratanikana Rudan Parayuno, Yeshu Vararai. യേശു വരാറായി.
നിത്യതയുടെ കവാടം തുറക്കാൻ സമയമായി. കാഹളം ധ്വനിക്കാറായി. ഇവിടുത്തെ പറ്റുമാനങ്ങളൊന്നും പിടിച്ചു നിർത്തരുത്. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുന്ന എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവൾക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവൾക്ക്. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാവൾക്ക്. മലയാളത്തിലൊരു പഴയ വരിയുണ്ട്. കാണുമോ എൻ പേരും, കാണുമോ എൻ പേരും, കാണുമോ എൻ പേരും ചൊല്ലൻ മനമേ. ആ കണ്ണുകളെ മൂടി ഉറപ്പാണോ പോകുമോ? ആരോടെങ്കിലും കൈപ്പണി, കസപ്പ്, പിണക്കം, വൈരാഗ്യം, മേലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തേലും ഉണ്ട്, ഇന്ന് രാത്രി വിട്ടുകളയണം. എന്നിട്ട് പാടണം. കാണുമേ എൻ പേരും, കാണുമേ എൻ പേരും, കാണുമേ എൻ പേരും ചൊല്ലൻ മനമേ. കാണുമേ എൻ പേരും, കാണുമേ എൻ പേരും, കാണുമേ എൻ പേരും ചൊല്ലൻ മനമേ. ഡെപ്തായൊരു പ്രസൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. ജീവനോടിരിക്കുന്ന ശുദ്ധന്മാരും മൺമറഞ്ഞ സിദ്ധന്മാരും ഒരുമിച്ച് ചേരാൻ പോവാ. അവന്റെ വരവെങ്കിൽ പോകാൻ വേണ്ടിയാ സാറേ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. സഭയിൽ ആളെ കൂട്ടാനല്ല, സ്നാനപ്പെടണമെന്ന് പറയുന്നത് അവന്റെ വരവി പോകാൻ വേണ്ടിയാ. അല്ലാതെ സഭയുടെ നിർബന്ധം ഒന്നുമില്ല. സഭയുണ്ട് ഇവിടെ. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സഭയിൽ ആരാധിക്കാം. ഇതിന്റെ ക്ലൈമാക്സ് ഇവിടെ അല്ല, അവിടെയാണ്. അവൻ വരാറായി. നമുക്ക് ഒരുമിച്ച് പാടാം. കർത്താവു താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, കർത്താവു താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നു
പെട്ടെന്നുയർത്തുവാൻ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം. അക്ഷായ് ദാസാരി ബഹൽക്കായ് സാധാനാ രാജാനി അംദാലേ മനാഹസിയാന. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. അറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണി അറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാമവൾക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാമവൾക്ക്. കുഞ്ഞാറ്റിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയാറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ അമ്മസിയാലറായ് ജാലിബാന്ദസിഹ അൽബി മനസി അൽബഹരാജാനാ രജനി അസിയാരമാനാദ രജ അംസിയാരനാ അംസേ അലരാജനസി അത്തലാ രജമാനസിയാ അൽബി നജരാ ബിബി ഹംസരനാ അൽദേ മഹരി അസിയാരചന അംസിയമനി അസിഹാദലരാ അംദേ രഗിബാദനരാ ചനരാ അംസിയാലരേ മഹസി വദനാ അൽദേ മനസി അബുജാനഹരേ അൽദേ മനസി അൽബേ അരജാനഹസി അംദരാജനബി ബഹരാ അർഥീരജന അമ്മസിയാലരേ അമനി അസ്തിരാജന ബാധനരാ അർഥിയമഹാരചി അംദലരേ അർഥേ ബാഹസി അംദലാരചന അർഥിയമനാക്ഷി അദില ബജാ അർഥേ ഭജന അസ്ലാധരന അർഥിയമന ചാലിയ ബന്ധഹരേ ഹസി മനരാ ജനതി മഹസി അൽദായ് ശിഖന അർഥേ മനസി അരജനായ് ബഹായ് ശിഖനായ് ധിരിനായ് അൽബായ് ശിഖനായ് അർഥേ അമഹരാജലബനായ് ജലായ് ജനരാ ജനരാ അമ്മായ് ശിഖന ആദാലേ അമരജലബദി മഹായ് ശിഖരാ ജനരാ അബ്ദാലഖന ഹസിയേ രമനര ജനബി അലബാദരാ amdai chikana almane ami asialinai athara jana padira gaja athai sakhanai almai siara janadi maharajana radhanasi almai sadhana ade manasi ala raja dalai si bihadira baja athai shila bijana arthalai sikara jalara janara alab janasi ami adala rajana ragana oh dal bahar dal banda lacha ragana dil gai am dalagaram dalaram babalam dalaram babalam dalaram babalam dala hatta chalandar chara am dala chara thara hatta rajana ra am daliya ho ariya siya dai magiya har chaliya magiya magina dila dali asubahara chala baraka jala dire Allah ka chala rana abdalla pajinara astilli pajinara atheri chala hara amdiga maharana athala chadarana amdana chana thana astiya pada chana Allah bahasiyara come on charna kharangal chartadiche ആത്മാവിൽ ദാവീദ് നടനമാടി ദൈവത്തെ സ്തുതിച്ച പോലെ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ കൂട്ടം ജന വെൺപുറാക്കളെ പോലെ പറന്ന് പൊങ്ങാൻ പോകുകയാണ് യേശുവിന്റെ വരവ്
വാസനമായി ആയിഷിക്കാനായി ബഹായിഷിയാലായി ദിനിഹായ് ബഹായിഷിക്കാരാജനര അന്തായിഷിക്കാനായി അല്ലാഹു ജനര അർദായിഷിക്കാലായി ഷിമിയൂരജന അന്തായിഷിയാലായി അന്താലിയ മഹാരജനരേ ബഹായിഷിയാലാധരന അന്തായിഷിക്കനി അല്ലാഹു ജനര ഗദനരേ ബഹായിഷിക്കാലാജ് വരന അർദേ മഹസി കൃപാസനം ദൈവസഭകൾക്കകത്ത് ഒരു എളുപ്പുതൽ നടക്കട്ടെ. ഓരോ അഭിഷിക്തന്മാരെയും മൈറ്റിയായി ദൈവം യൂസ് ചെയ്യട്ടെ. കൃപാവരങ്ങളോടെ ദൈവം യൂസ് ചെയ്യട്ടെ. രോഗശാന്തി ശുശ്രൂഷയോടെ ദൈവം യൂസ് ചെയ്യട്ടെ. ദീർഘദർശന വരത്തോടെ ദൈവം യൂസ് ചെയ്യട്ടെ. നിങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ സഭകളിൽ അസാധാരണമായ പകർച്ച നടക്കാൻ പോകുകയാ. മാംസമാന യാവരുടെ മേല് ഞാൻ ആവിയെ ഊറ്റുവേ, ഞാൻ ആവിയെ ഊറ്റുവേ. നിന്റെ പാത്രം നിറമ്പി വഴിയുവേ, നിന്റെ പാത്രം നിറമ്പി വഴിയുവേ. മേരാ കഠോര ഉമൻ രഹാ ഹൈ, മേരാ കഠോര ഉമൻ രഹാ ഹൈ. അമാമ സംദാരാമ ശത്രുവിൻ മുന്നാടി പന്തിയെ ആയത്തമാക്കും ആണ്ടവർ ഇന്ന് രാത്രി തന്റെ പകർച്ച ഇവിടെ പകരുകയാണ്. Amdasia Alabhasia la janarai Bahashia bahatana Amdaisiana Aliya maharajana bagai La bagadana ragajanasi Allah shikadai Bahasiana rajala bahai Baham shadala bagajana Adaliya baga Arjaliya maganiya sihe La bagajana rab janara Amdaisikhanai Allah bagajini Ya bahasi bahasi kalab ragaja andai anai aliyab ariya jilab hai bahasi kilab ragaja andai ale amro shakalab ragajai o raja la badaraba ratha ka prabakash ratha ka thalaga bau shamdara amdalaya bau shamdara dana arajal ka bahasi anthani albaruha masantaliya bakhana. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാമവൾക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവൾക്ക്. അപ്പാ അടിയനീ ജനത്തെ ബ്ലസ് ചെയ്യണം, ആശീർവദിക്കുന്നു. നിന്റെ കാഹളനാദത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാ. നീ വരാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ വരവിൽ നിന്റെ ജനം എടുക്കപ്പെട്ട് നിന്റെ പൊന്നുമുഖം കണ്ട് തൃപ്തിയാകുന്ന ഒരു ക്ലൈമാക്സ് ഞങ്ങൾക്കുണ്ട് കർത്താവേ. അതിനായി ഞങ്ങളെ ഒരിക്കൽ കൂടി ഒപ്പുകൊടുക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2-3 ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. ഞാനും രാത്രി തിരികെ പോകുകയാണ്. യാത്രയിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി ആ 2 കൈ ഉയർത്തി ഒന്ന് അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Come on, come on, come on. Hallelujah.